പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം ഒന്നാമത്തെ വായനയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. ഈ പീഡനത്തിലേക്ക് സ്വന്തം മനസ്സുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെടാൻ ധൈര്യമുണ്ടായിരുന്ന മെത്രാനും രക്തസാക്ഷിയുമായ വിശുദ്ധ ബോണിഫസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണിത്. 3 പാപ്പന്മാരുടെ കീഴിൽ അവരുടെ സഹായിയായി ജീവിച്ച ഒരാൾ, ആ സുരക്ഷിതത്വത്തിൻ്റെ കീഴിൽ നിന്ന് കർത്താവിനെ പറഞ്ഞാൽ കൊല്ലപ്പെടുമെന്നുള്ള വലിയ അപകടത്തിലേക്ക് സ്വയം എറിഞ്ഞു കൊടുക്കാനായിട്ട് മനസ്സായ ഒരാൾ, അതിനുവേണ്ടി ജനിച്ചു വളർന്ന സ്വന്തം നാട് ഇംഗ്ലണ്ടാണ്, അവിടം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് കുടിയേറി പാർക്കാനും അവിടെ ക്രിസ്തുവിനെ പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ വാ തുറക്കുകയും ചെയ്ത ഒരാൾ, ജർമ്മനിയുടെ അപ്പസ്തോലനായിട്ടാണ് വിശുദ്ധ ബോണിഫസ് അറിയപ്പെടുക. ഇന്ന് ജർമ്മനിയിലെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പച്ചപ്പുകളും പൊടിപ്പുകളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, പലരും ഇങ്ങനെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ജീവിക്കുന്ന ജീവിതം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണവും അതിനൊരു അടിസ്ഥാനമിട്ടതുമായിട്ടുള്ള ഒരു ധൈര്യശാലിയായ ഒരു മെത്രാൻ, അതിനുവേണ്ടി ജീവിതം രക്തസാക്ഷിത്വത്തിലേക്ക് വെച്ചുകൊടുത്ത ഒരാൾ വിശുദ്ധ ബോണിഫസ്. അദ്ദേഹം കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് എഴുതിയ ഒരു കത്തിൽ മനോഹരമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുണ്ട്. നാം കുരയ്ക്കുന്ന നായ്ക്കളാകരുത്, ഉറങ്ങുന്ന കാവൽക്കാരുമാകരുത്, ചെന്നായി വരുമ്പോൾ പലായനം ചെയ്യുന്ന കൂലിക്കാരുമാകരുത്. പ്രത്യുത സൂക്ഷ്മതയുള്ള ഉത്സാഹശീലമുള്ള സമ്പന്നരും ദരിദ്രരുമായ എല്ലാ തരക്കാരോടും എല്ലാ പ്രായക്കാരോടും സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കുന്ന ഇടയന്മാരാകണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ അവിടുന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അവിടുന്ന് മരിക്കാൻ അനുവദിക്കും. വചനം അതാ പറയണത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. കർത്താവെ, ഇങ്ങനെയൊക്കെ ധൈര്യമായിട്ട് അങ്ങേക്ക് വേണ്ടി സാക്ഷ്യം നൽകാൻ ഇനി എന്നാണ് ഞങ്ങൾ പഠിക്കുക? ഇനി എന്നാണ് ഞങ്ങൾക്കൊന്ന് കൃപ കിട്ടുക? എത്ര കാലം ജീവിച്ചിട്ടും ഒരാളോട് പോലും പറയാതെ പോയ സുവിശേഷം എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. സുവിശേഷ വചനങ്ങൾ എൻ്റെ മുൻപിൽ ഇങ്ങനെ സ്വർഗം കടക്കാൻ പറ്റാത്ത വിധത്തിൽ ഇങ്ങനെ വലിയ വെല്ലുവിളിയായിട്ട് ഉയർന്നു നിൽക്കുന്നുണ്ടല്ലോ. ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങണ്ടേ നമുക്ക്? ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഈശോയ്ക്കുള്ളവരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്ക വിധത്തിൽ എൻ്റെ വാക്കും പ്രവൃത്തിയും ഇനി എന്നാണ് ഒന്ന് ജ്വലിച്ചു തുടങ്ങുക? പൗലോസ് അപ്പോസ്തലനാണ് ഓർമ്മപ്പെടുത്തുക, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:8 ജീവിച്ചാലും മരിച്ചാലും നാം കർത്താവിനുള്ളവരാണ്. അങ്ങനെ ജീവിക്കുകയും അങ്ങനെ മരിക്കുകയും ചെയ്തൊരു വിശുദ്ധൻ. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. അത് നന്നായിട്ട് ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ, ഈ വചനം നന്നായിട്ട് ഹൃദിസ്ഥമാക്കിയിരുന്നത് കൊണ്ട് തന്നെ, അദ്ദേഹത്തെ കൊല്ലാൻ വന്ന ആയുധധാരികളായ അവിശ്വാസികളുടെ മുൻപിൽ അദ്ദേഹത്തെ രക്ഷിക്കാനും സ്വന്തം ജീവൻ ഡിഫെൻഡ് ചെയ്യാനുമായിട്ട് മുന്നോട്ട് ഇറങ്ങിപ്പുറപ്പെട്ട തൻ്റെ കൂട്ടുകാരോട് അദ്ദേഹം പറയുന്നുണ്ട്, അവരെ എതിർക്കാൻ നിൽക്കണ്ട, നേരെ മറിച്ച് മരണത്തെ പ്രസന്നമായി കാത്തിരുന്നാൽ മതി നമുക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ബിഷപ്പിനോട് പറയണത്, ദൈവം തിരുമനസ്സാകുന്നെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ പരിശുദ്ധ നിയമങ്ങളെ പ്രതി നിത്യ സൗഭാഗ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് മരിക്കാം. എന്തൊരു വിശ്വസ്തതയാണ് കത്തോലിക്ക നിയമങ്ങളോട് അദ്ദേഹം കാണിച്ചിരുന്നത്! എത്രമാത്രം സ്നേഹമാണ് ഈശോ എന്ന നാമം പറയാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത്! എത്ര ധൈര്യത്തോടു കൂടെയാണ് അദ്ദേഹം തൻ്റെ ജീവിതം അതിനായിട്ട് ബലി കൊടുക്കാൻ പോലും തയ്യാറായത്! കർത്താവെ, ഞങ്ങളെ പഠിപ്പിക്ക്, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹമുള്ളിൽ നിറയ്ക്ക്. ഈ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത, അതിനോട് വിശ്വസ്തരായിരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകുക. അതിന്മേൽ അടിസ്ഥാനമിട്ട് ഇതുപോലുള്ള വിശുദ്ധന്മാർ കാണിച്ചു തന്ന വഴികളിലൂടെ ഈശോയെ ഇങ്ങനെ നിരന്തരം പ്രഘോഷിക്കാനുള്ള, സാക്ഷികളായി ജീവിക്കാനുള്ള ശക്തി നൽകുക. ദിവസങ്ങളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിരന്തരം പറയുന്നതിൻ്റെ കാരണം, സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് കർത്താവ് നമ്മൾക്ക് തന്ന ആ വലിയ കൽപ്പനയാണ്. ഇതാ, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക, ലോകത്തിൻ്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. ഇതല്ലെങ്കിൽ പിന്നെ എന്തിനായി ജീവിതം? കർത്താവെ, വിശുദ്ധ ബോണിഫസിനെ കണക്ക് ധൈര്യപൂർവ്വം മരണത്തിൻ്റെ മുൻപിൽ പോലും ശാന്തനായി നിന്ന് എൻ്റെ ഈശോ എന്ന് വിളിച്ചു പറയാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം.
ആ 21 പേരെ കഴുത്തറുക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരാളുടെ മുഖത്ത് പോലും പരിഭ്രമമില്ലല്ലോ. ഇങ്ങനെ ജപമണികൾ പോലെ എന്തൊക്കെയോ പ്രാർത്ഥനകൾ, ഈശോ എന്നുള്ള നാമം. കർത്താവെ, ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് എത്ര പേരാണ് മാനസാന്തരപ്പെട്ടത്, എത്ര മനുഷ്യരാണ് ക്രിസ്തുവിലേക്ക് എത്തിച്ചേർന്നത്. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ കൂട്ടായ്മകളിലും ഞങ്ങൾ ഒരുമിച്ചുള്ള കൂട്ടങ്ങളിലുമൊക്കെ ക്രിസ്തു എന്നുള്ള വാക്ക് പറയാനുള്ള ആർജവത്വം നൽകണമേ എന്ന് വിശുദ്ധ ബോനിഫസ് വഴി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായി കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഇനി എത്ര നാൾ അവശേഷിച്ചിട്ടുണ്ടെന്നറിയില്ല. എത്ര കാലമാണെങ്കിലും അക്കാലം അത്രയും ജീവിക്കുന്നത്രയും അങ്ങയെ വിളിച്ചു പറയാൻ അങ്ങയുടെ ആത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന്, അഭിഷേകം ചെയ്യണമേ എന്ന്, ഈ രാത്രിയിൽ ആ ഒരു നിറവ് അനുഭവിക്കാൻ ഈശോയെ അനുഗ്രഹം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കുറങ്ങാൻ പോവാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ.